നക്ഷത്ര രാവുകളാണ് UAE ഇപ്പോൾ. ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യം. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ്. ഇതോടൊപ്പം തന്നെ പ്രതീക്ഷയുടെ സന്ദേശവുമായി രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ കരോളും അരങ്ങേറി തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ വരവറിയിച്ച് UAEയിൽ ആഘോഷരാവുകൾ തുടങ്ങിക്കഴിഞ്ഞു. വർണ്ണാഭമായ ഒരു ക്രിസ്മസ് കാലത്തിൻ്റെ അത്ഭുത ലോകമൊരുക്കിയാണ് ദുബായ് ഗ്ലോബൽ വില്ലേജ് സന്ദർശകരെ സ്വീകരിക്കുന്നത്. ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങൾക്ക് ആഗോള ഗ്രാമത്തിൽ തുടക്കമിട്ട് കഴിഞ്ഞു. 21 മീറ്റർ ഉയരമുള്ള ക്രിസ്മസ് ട്രീയാണ് ആഘോഷങ്ങളുടെ കേന്ദ്രബിന്ദു. അലങ്കാര വിളക്കുകളും ഗിഫ്റ്റ് ബോക്സുകളും കൊണ്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീക്ക് ചുറ്റും ലോകമെമ്പാടും നിന്നുമുള്ള സന്ദർശകർ ഓരോ നിമിഷവും ആഘോഷമാക്കുകയാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഗ്ലോബൽ വില്ലേജ് വരുന്നുണ്ട്. പക്ഷേ ഈ പവിലിയൻ കണ്ടിട്ട് അതിമനോഹരമായിരിക്കുന്നു. ആര് ഡിസൈൻ ചെയ്ത് എന്തായാലും അവർക്കൊരു ഗുഡ് സല്യൂട്ട്. ജനുവരി 5 വരെ ഗ്ലോബൽ വില്ലേജിൽ സാന്ധ്യയുമായി സന്ദർശകർക്ക് ഒത്തുകൂടാം. ദിവസേന 5 മീറ്റ് ആൻഡ് ഗ്രീറ്റ് സെഷനുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഈ അവസരത്തിൽ സാന്ധ്യയോടൊപ്പം ചേരാൻ എൻചാൻറ്റിംഗ് എൽഫ്സ് ടീമുമുണ്ട്. അവധിക്കാലം കൂടി ആയതോടെ ആഘോഷത്തിന് നിറം പകരാൻ സന്ദർശകർ നിരവധിയാണ്. സാന്റ കൊള്ളാം. ഞാൻ സാന്റ ഇങ്ങനെ നോക്കി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുക. ഒരു വീഡിയോ എടുത്തിട്ട് വേണം പോകത്തുള്ളൂ ഞാൻ ഇവിടുന്ന്, അതുറപ്പാ. വെളിച്ചത്തിൽ മുങ്ങിയ ഗ്ലോബൽ വില്ലേജ് വഴികളിലൂടെ നടക്കുമ്പോൾ ക്രിസ്മസ് രാവുകളുടെ അനുഭൂതി നേരിട്ട് അനുഭവിച്ചറിയാം. പ്രതീക്ഷയുടെ സന്ദേശവുമായി കരോളും വിവിധയിടങ്ങളിൽ അരങ്ങേറുന്നുണ്ട്. ദേവാലയങ്ങളുടെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് വിളംബര ഗാന ശുശ്രൂഷകൾ. ദുബായ് മാർത്തോമ യുവജന സഖ്യം ഒരുക്കിയ കൗക്കുബ ക്രിസ്മസ് വിളംബര ഗാന ശുശ്രൂഷയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗായക സംഘങ്ങളാണ് അണിനിരുന്നത്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക്, ചൈനീസ്, സുറിയാനി തുടങ്ങിയ ഭാഷകളിലുള്ള ക്രിസ്മസ് കാരലുകളാണ് കൗക്കുബോയിൽ അവതരിപ്പിച്ചത്. കൗക്കുബ കാട്ടിയ വഴിയിലൂടെയാണ് വിദ്വാൻമാർ യേശു പിറന്ന കാലിത്തൊഴുത്തിലെത്തിയത്. ക്രിസ്മസ് വിളംബരം ചെയ്യുന്ന സഭൈക്യ സംഗീത സന്ധ്യ എന്ന നിലയിലാണ് പരിപാടിക്ക് കൗക്കുബ എന്ന് പേരിട്ടത്. ഈ UAEയുടെ പ്രദേശത്തുള്ള വ്യത്യസ്ത ഇടവകളിൽ നിന്നുള്ള വ്യത്യസ്ത ഭാഷകളിലുള്ള ഗായക സംഘങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് നടത്തപ്പെടുന്ന ക്രിസ്മസ് വിളംബര ഗാന സന്ധ്യയാണ് കൗക്കുബോ. വെളിപാടുകളുടെയും വീണ്ടെടുപ്പിൻ്റെയും അടയാളമാണ് കൗക്കുബോ ദ സ്റ്റാർ. ഈ ദേശത്തെ വ്യത്യസ്ത ഇടങ്ങളിലായിരിക്കുന്ന സഭാ മക്കൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും ക്രിസ്തു ദർശനത്തിൻ്റെ പുത്തൻ വാതായനങ്ങൾ തുറക്കുവാനും ഈ കൗക്കുബോയിലൂടെ സാധ്യമായി തീരുന്നുണ്ട്. ഗാനസന്ധ്യ ഓർത്തഡോക്സ് സഭ കൊൽക്കത്ത ഭദ്രസനാധിപൻ അലക്സിയോസ് മാർ ഔസേബിയസ് ഉദ്ഘാടനം ചെയ്തു. ഉന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ള മാലാഖമാരുടെ ഗാനം ഒരിക്കൽ കൂടി ദിഗന്ധങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന പലസ്തീനിൽ, മരതകം ചാർത്തുന്ന ബേത്ലഹേമിൽ, വൈക്കോൽ കൊണ്ട് പരവതാനി വിരിച്ച പുൽക്കൂട്ടിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് പൂജാതനായ ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവിയെ ഒരിക്കൽ കൂടി ആഗോള സമൂഹം അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും ക്രിസ്മസ് മംഗളാശംസകൾ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ദേശഭാഷ അതിരുകൾ സംഗീതത്തിൻ്റെ മാസ്മരികതയിൽ അലിഞ്ഞില്ലാതാവുകയായിരുന്നു
കൗക്കുബോയിലൂടെ. UAE-യിലെ ആദ്യ CSI ദേവാലയമായ ദുബായ് CSI മലയാളം ഇടവകയിലും ക്രിസ്മസ് ഗാന ശുശ്രൂഷ നടന്നു. ഇടവ വികാരി റവറന്റ് രാജു ജേക്കബ് ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവകയും ഗായക സംഘവും സ്ഥാപിതമായിട്ട് ഇത് 50-ാം വർഷമാണെന്ന പ്രത്യേകതയും ഇക്കൊല്ലത്തെ കാരൽ സർവീസിനുണ്ട്. ഗാനശുശ്രൂഷയുടെ പ്രാധാന്യം ഇത് 50ാമത് ക്രിസ്മസ് ഗാന ശുശ്രൂഷയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. അതുകൊണ്ട് ആ കൊയറിൽ ആദ്യത്തെ കൊയറിൽ 50 വർഷം മുമ്പ് പാടിയ 1-2 വ്യക്തികളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇടക്കാലത്ത് 50 വർഷങ്ങളിൽ പല സമയത്ത് ഈ ഗായകസംഘത്തോട് ചേർന്ന് പാടിയ പലരും ഈ ശുശ്രൂഷയിൽ ഇന്ന് പങ്കെടുത്തു. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒരു റീയൂണിയൻ പോലെ ഗായക സംഘ അംഗങ്ങളുടെ. വീടുകൾ തോറും കയറിയിറങ്ങി കരൾ സംഘങ്ങളും ദുബായിൽ സജീവമാണ്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.